ഓം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗവേദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവേരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തിൽ ശ്രീമദ് ഭാഗവത ഭഗവത്ഗീതയാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിമി നവയോഗി സംവാദമാണ് നമ്മൾ ഇന്നലെ ഒക്കെ ചിന്തിച്ച് തുടങ്ങിയത്. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എന്നീ പഞ്ചഭൂതങ്ങൾ ബോധരൂപമായ ഈശ്വരൻ്റെ ശരീരങ്ങളാണ്. തേജോഗോളങ്ങൾ, ജീവജാലങ്ങൾ, ദിക്കുകൾ, വൃക്ഷങ്ങൾ, നദികൾ, സമുദ്രങ്ങൾ എന്നിങ്ങനെ കാണപ്പെടുന്ന എല്ലാം നാമരൂപങ്ങൾ എന്ന നിലയിൽ ഭഗവത് ശരീരങ്ങൾ തന്നെയായിട്ട് കാണണം. അതുകൊണ്ട് എന്തൊക്കെ ഉണ്ടായതായിട്ട് കാണപ്പെടുന്നുവോ അവയൊക്കെ ഈശ്വരബുദ്ധിയ മനസ്സ് പ്രണമിക്കേണ്ടതാണ്. ഭഗവത് ഭക്തി വളരുന്നതോടെ ആനന്ദരൂപമായിരിക്കുന്ന ആ ഭഗവത് അനുഭവം സംജാതമാകും. തുടർന്ന് നാമരൂപാത്മകങ്ങളായിരിക്കുന്ന ജഡവിഷയങ്ങളിൽ വിരക്തി വന്നു ചേരും. ഭക്തി, ആത്മാനന്ദം, വിരക്തി ഇവ മൂന്നും ഒരേ സമയത്ത് ഒരാളിൽ ഒരുമിച്ച് ചേർന്നാൽ ഓരോ ചുവടുവയ്പിലും അയാൾ തൃപ്തനും സന്തുഷ്ടനുമായി ഭവിക്കും. അപ്പം എന്തൊക്കെയാണ് നമുക്ക് ഈ ആധ്യാത്മിക മാർഗത്തിൽ? ഒന്ന്, ആത്മശാന്തി, ആത്മസന്തോഷം, ആനന്ദം, സുഖത്തിനും ദുഃഖത്തിനും കൂടെ ഒരു ശാന്തി നമ്മൾ അനുഭവിക്കാൻ തുടങ്ങുക. അതാണ് ആത്മാനന്ദം എന്ന് പറയുന്നത്. പിന്നെ ഭൗതിക വസ്തുക്കളിലുള്ള വിരക്തി, പിന്നെ ഈശ്വരനോടുള്ള ഭക്തിഭാവം, അതായത് നിഷ്കളങ്കമായ അനന്യഭക്തി, അചഞ്ചലമായ ഭക്തി. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ സ്വഭാവത്തിനുണ്ടായാൽ ഈ മൂന്ന് കാര്യങ്ങൾ ഒരേ സമയത്ത് ഒരാളിൽ എപ്പോൾ ക്ലിക്കാവുന്നോ അവൻ സംതൃപ്തനും ഓരോ ചുവട് വയ്ക്കലും സന്തുഷ്ടനായിട്ടും ഭവിക്കും. ഏതുപോലെ വിശക്കുന്നവൻ ഓരോ തവണ ഭക്ഷിക്കുമ്പോഴും തൃപ്തനും സന്തുഷ്ടനുമായിരിക്കും. അതേപോലെ രാജാവേ, ഇതാണ് ഭഗവത് ഭജനം കൊണ്ട് നേടുന്ന അത്യന്തികമായ ജീവിത ലാഭം. ഭക്തി, ആത്മാനന്ദാനുഭവം, വിരക്തി എന്നിവ തുടർന്ന് പരമശാന്തി പദമായിരിക്കുന്ന ബ്രഹ്മാത്മ ഐക്യഭാവം അനുഭവപ്പെടുകയും ചെയ്യും. കവി ഇത്രയും പറഞ്ഞ് നിർത്തി. അപ്പോ ഇവിടെ കവിയും നിമിയും, അതായത് ജനകന്റെ വംശത്തിൽ വന്നിരിക്കുന്ന ആളാണ് നിമി എന്ന് പറയുന്ന രാജാവ്. അപ്പോൾ നിമി നവയോഗികളായിട്ടുള്ള സംവാദത്തിൽ ആദ്യം മനുഷ്യന്റെ ജീവിതലാഭം എന്താണ് യഥാർത്ഥത്തിൽ ഭാഗവത ധർമ്മം എന്ന് ചോദിച്ചതിന് ഉത്തരം കവി എന്ന മഹാത്മാവാണ് ഉത്തരം നൽകിയത്. അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ഈ ഭക്തിഭാവത്തിൽ ആത്മാനന്ദഭാവം അനുഭവം ഉണ്ടാകാറുണ്ടോ? നമുക്ക് ഭൗതിക വസ്തുക്കളിൽ വിരക്തിയുണ്ടോ? യഥാർത്ഥ ഭക്തിയാണോ നമ്മളിൽ പ്രകടമാക്കുന്നത്? ഏത് ഭക്തിയാ? ചതുർവിധ ഭജന്തേമ എന്ന് പറഞ്ഞിട്ടില്ല. ഇതിൽ ഏത് ഭാവത്തിലെ ഭക്തിയാണ് ഭഗവാൻ ഏറ്റവും പ്രിയം? ആത്മാനന്ദം ഇല്ലേ, ആത്മജ്ഞാന മാർഗത്തിലുള്ള ഭക്തിയാണ് ഏറ്റവും യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത്. ബാക്കി മൂന്നും നമ്മളെ ബന്ധനത്തിൽപ്പെടുത്തും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അപ്പൊ ഭക്തിയുടെ ഭാവം നമുക്ക് നാലാമത്തെ കാറ്റഗറിയിലുള്ള ഭക്തരായിട്ട് മാറുക. അതായത് ആത്മജ്ഞാനികളായിട്ട് മാറുമ്പോൾ മാത്രമേ ഈ ആത്മാനന്ദ അനുഭവം ഉണ്ടാകുകയുള്ളൂ. ഭക്തിയുടെ ഏറ്റവും വലിയ ലാഭം എന്ന് പറയുന്നത് ആത്മാനന്ദം ഉണ്ടാകും. യഥാർത്ഥ ഭക്തി ഉണ്ടായാൽ ആത്മാനന്ദ ഭാവം ഉണ്ടാകും. അതോടൊപ്പം നമുക്ക് ഭൗതിക വസ്തുക്കളുള്ള വിരക്തി ഉണ്ടാകും. ഈ പുത്രധാരാദി ഗ്രഹാതുരത്വത്തിൽ നിന്നൊക്കെ മുക്തി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ആത്മാനന്ദ അനുഭവം ഭക്തിയിലൂടെ അനുഭവിച്ചാൽ മാത്രമേ ബാക്കിയുള്ളതൊന്നും ഇതിന് തൃപ്തിയും സന്തുഷ്ടവും നമുക്ക് കിട്ടില്ല എന്ന് ഉറപ്പിക്കുമ്പോൾ പിന്നെ ബാക്കിയുള്ളതൊക്കെ ഉപേക്ഷിക്കും. അതാണ് വിരക്തി എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ കൊളുത്തിപ്പിടിക്കും. ഇത്രയും കവി എന്ന് പറയുന്ന പേരിലുള്ള മഹാത്മാവ് പറഞ്ഞു നിർത്തി. തുടർന്ന് ചക്രവർത്തി ചോദിച്ചു, ഭഗവത് ധർമ്മങ്ങളാണല്ലോ ഇതുവരെ വിവരിച്ചത്. ഇനി ഭക്തന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തന്നാലും. മനുഷ്യരിൽ എങ്ങനെയുള്ളയാളാണ് യഥാർത്ഥ ഭക്തൻ? എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ആചാരങ്ങൾ? അപ്പൊ ഭക്തിക്ക് പ്രാധാന്യം കൊടുക്കണം എന്ന് ആദ്യം തന്നെ 3 കാര്യങ്ങൾ ആർക്കാണോ സ്വായത്തമാകുന്നത്, ഭക്തി, ആത്മാനന്ദാനുഭവം, വിരക്തി. ഇതിൽ ഭക്തി എന്താണെന്ന്, ഇത് മൂന്നും ഒരാളിൽ ഒരു സമയത്ത് എപ്പോൾ വന്നു ചേരുന്നോ അവൻ വിഷ്ണുപദം പോകാൻ അർഹനായി ഭവിക്കും, യോഗ്യനായി ഭവിക്കും. അർഹത എല്ലാവർക്കും ഉണ്ട്.
യോഗ്യനായി ഭവിക്കണമെങ്കിൽ ഇത് കൈവരുത്തണം എന്നർത്ഥം. അപ്പോൾ ഭക്തിയെ പറ്റി ഒന്ന് വിശദീകരിക്കണമെന്ന് നിമി രാജാവ് ചോദിച്ചു. ഭക്തന്റെ ധർമ്മങ്ങൾ യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ്? എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ആചാരങ്ങൾ? ലക്ഷണം എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞ് നടക്കുക? ഏതെല്ലാം ലക്ഷണങ്ങളിലൂടെ ഭക്തനെ തിരിച്ചറിയാൻ സാധിക്കും? ഇതാണ് സ്ഥിതപ്രജ്ഞ ലക്ഷണങ്ങളിൽ അർജുനൻ ചോദിക്കുന്നത്. സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്യ കേശവ സ്ഥിതീകൃം പ്രഭാഷേത കിമാസീത വ്രജേത കിമിൻ എന്ന് അർജുനൻ ഗീതയിൽ ചോദിച്ചതും ഈ ലക്ഷണങ്ങളൊക്കെ തന്നെയാണ്. യഥാർത്ഥ അചഞ്ചലമായ സ്ഥിതപ്രജ്ഞനാകണം എന്നുണ്ടെങ്കിൽ യഥാർത്ഥ ഭക്തന് മാത്രമേ സ്ഥിതപ്രജ്ഞനാകാൻ സാധിക്കൂ. അപ്പൊ ആ ഭക്തന്റെ ലക്ഷണം എന്താ? സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം എന്താണ്? എങ്ങനെയായിരിക്കും നടക്കുന്നത്? എന്തൊക്കെയായിരിക്കും പറയുക? ആചാര അനുഷ്ഠാനങ്ങൾ എന്തൊക്കെയായിരിക്കുന്നു? അർജുനൻ ചോദിച്ചു. അതേ ചോദ്യമാണ് ഇവിടെ ചക്രവർത്തി നിമി എന്ന് പറയുന്ന ചക്രവർത്തി ഈ മഹാത്മാക്കളോട് ചോദിക്കുന്നത്. നവയോഗികളിൽ പിന്നെ ആരാണ് പറഞ്ഞത്? രണ്ടാമനായിരിക്കുന്ന ഹരിയാണ് നിമി ചക്രവർത്തിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞത്. ഭക്തധർമ്മം എന്താണെന്ന് ചോദ്യത്തിന് ആണ് അദ്ദേഹം ഉത്തരം പറയുന്നത്. ഇക്കാര്യത്തിൽ ഭക്തന്മാരെ ഉത്തമൻ, മധ്യമൻ, പ്രാകൃതൻ എന്നിങ്ങനെ 3 തരക്കാരായിട്ട് വേർതിരിച്ച് കാണിക്കുന്നു ഹരി. അപ്പൊ ഇതിന് രണ്ടാമത്തെ ആള് ഹരിയാണ്. നവയോഗിയിൽ രണ്ടാമത്തൻ ഹരിയാണ് ഇതിന് ഉത്തരം പറയാൻ പോകുന്നത്. ആരാണ് എല്ലാ പ്രപഞ്ച ഘടകങ്ങളിലും സ്വരൂപമായി നിറഞ്ഞു വിലസുന്ന ഭഗവത് ഭാവം കാണുന്നത്? നിറഞ്ഞു വിലസുന്ന ഈശ്വരങ്കൽ എല്ലാ പ്രപഞ്ച ഘടകങ്ങളെയും കാണുന്നത് അവനാണ് ഭക്തന്മാരിൽ ഉത്തമൻ. ഇനി ഏഷ ഭഗവതോത്തമ, ഇനി അവനാണ് ഭക്തന്മാരിൽ ഉത്തമൻ. ആര്? എല്ലാ പ്രപഞ്ച ഘടകങ്ങളിലും ഈശ്വരനെയും ഈശ്വരങ്കൽ എല്ലാ പ്രപഞ്ച ഘടകങ്ങളെയും കാണുന്നവൻ ആരോ അവൻ ഉത്തമ ഭക്തനാണ്. അതായത് പ്രപഞ്ച ഘടകങ്ങളും ഈശ്വരനും ഒന്നു തന്നെ എന്ന് കാണുന്നവൻ. മൺപാത്രങ്ങൾ നിരന്നിരിക്കുന്നിടത്ത് പാത്രങ്ങളിൽ എല്ലാ മണ്ണിനെയും മണ്ണിൽ എല്ലാ പാത്രങ്ങളെയും ആരാണോ കാണുന്നത് അവനാണ് യഥാർത്ഥത്തിൽ കാണുന്നവൻ. അതായത് മണ്ണും പാത്രങ്ങളും ഒന്ന് തന്നെയാണ് എന്ന് കാണുന്നവനാണ് കാണുന്നവൻ എന്ന താല്പര്യം. ഏത് കാഴ്ചയിലും സ്വരൂപം, സ്വഭാവം എന്ന് 2 ഘടകങ്ങളുണ്ട്. കാഴ്ചയിലെ വസ്തുവാണ് സ്വരൂപം. ഉണ്ടായി മറയുന്ന നാമരൂപങ്ങളാണ് സ്വഭാവം എന്ന് പറയുന്നത്. സ്വരൂപം എന്ന് പറയുന്നത് പ്രത്യക്ഷത്തിൽ കാണുന്നത് എന്തോ, കാഴ്ചയിലെ വസ്തുവാണ് സ്വരൂപം. ഉണ്ടായി മറയുന്ന നാമരൂപങ്ങളാണ് സ്വഭാവം. പാത്രദൃശ്യങ്ങളിൽ മണ്ണെന്ന പോലെ പ്രപഞ്ച ദൃശ്യങ്ങളിലെല്ലാം സ്വരൂപമായി വർത്തിക്കുന്ന വസ്തുവാണ് ബോധം. അതാണ് യഥാർത്ഥത്തിൽ ഈശ്വരൻ. അമീബ, സൂര്യൻ, ചന്ദ്രൻ എന്ന് തുടങ്ങിയ നാമരൂപങ്ങൾ സ്വഭാവം ഒരിടത്തും പുതിയ വസ്തുവിനെ ഉളവാക്കുന്നില്ല. സ്വഭാവത്തിൽ സർവത്ര നിലനിൽക്കുന്നതാണ് വസ്തുവായിരിക്കുന്ന സ്വരൂപം. മൺപാത്രത്തിൽ മണ്ണെന്ന പോലെ ഇക്കാര്യമാണ് പദ്യത്തിൽ എല്ലാ പ്രപഞ്ച ഘടകങ്ങളിലും സ്വരൂപമായി നിറഞ്ഞു നിൽക്കുന്ന ഭഗവത് ഭാവമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. എല്ലാ പ്രപഞ്ച ഘടകങ്ങളിലും സ്വരൂപമായി നിറഞ്ഞു നിൽക്കുന്ന ഭാവമാണ് ബ്രഹ്മഭാവം അഥവാ ബോധഭാവം. ഇത് ഉറപ്പ് വരുന്ന ഒരാൾക്ക് പിന്നെ ആ ഭഗവത് ഭാവത്തിലാണ് നാമരൂപങ്ങളായിരിക്കുന്ന സ്വഭാവങ്ങളുടെ സ്ഥിതി എന്ന് കണ്ടെത്താൻ വിഷമം ഒന്നുമില്ല. മണ്ണിലാണ് മൺപാത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് കാണുന്നത് പോലെ ഇക്കാര്യമാണ് ഈശ്വരങ്കൽ എല്ലാ പ്രപഞ്ച ഘടകങ്ങളെയും കാണണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ചുരുക്കത്തിൽ വിവിധ ദൃശ്യങ്ങളിൽ അദ്വൈത വസ്തു ദർശിക്കുന്ന ആളാണ് ഉത്തമ ഭക്തൻ എന്നർത്ഥം. അദ്വൈത അനുഭവത്തിൽ വരുത്തുന്നവനാണ് ഉത്തമ ഭക്തൻ. ഇത് തന്നെയാണ് ജ്ഞാനം. അനുഭവത്തിൻ്റെ പൂർണ്ണതയിൽ ജ്ഞാനവും ഭക്തിയും ഒന്ന് തന്നെയാണ്. നമുക്ക് ഭക്തി മതി, ജ്ഞാനം ആവശ്യമില്ല എന്ന് പറഞ്ഞ് നടക്കുന്നവർ ഈ ഉത്തമ ഭക്തലക്ഷണം നേരാമണ്ണം ചിന്തിച്ച് അറിയേണ്ടതാണ്. ഇനിയും മധ്യമഭക്തന്റെ ലക്ഷണം എന്താണെന്നാണ് ഹരി വിവരിക്കുന്നത്. ഉത്തമ ഭക്തൻ എന്ന് പറഞ്ഞാൽ അദ്വൈത അനുഭൂതി, രണ്ടില്ല ഒന്നാണ് എന്ന്. നമ്മുടെ ശരീരവും ജീവനും രണ്ടായിട്ട് കാണരുത്, ഒന്നായിട്ട് കാണണം. ഇത് രണ്ടും ഗുരുവായൂരപ്പൻ്റെ സത്യവസ്തുവാണ്. നശിക്കാതെ ഇരിക്കുന്ന വസ്തു, നശിക്കുന്ന വസ്തുവിൽ ഇരിക്കുന്നിടത്തോളം കാലം മാത്രമേ ഈ ശരീരമാകുന്ന വസ്തുവിന് നാശമില്ലാതിരിക്കൂ. എപ്പം
നശിക്കാത്ത ശരീരം വിട്ടുപോയോ? ശരീരത്തിന്, ഈ പ്രത്യക്ഷത്തിൽ കാണുന്ന ശരീരത്തിന് സചേതനമല്ലാത്ത അവസ്ഥ, എൻ്റെ എന്ന് പറയാനും ഞാനെന്ന് പറയാനും ഒന്നുമില്ലാത്ത അവസ്ഥ വരും. അപ്പൊ ഇത് രണ്ടും ഒന്നാണ്. ഇതാണ് ശിവ ആത്മ ഐക്യം, ശിവശക്തി ഐക്യം എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിനെയും ജീവനെയും ഒന്നായി കാണുന്ന സ്വരൂപത്തെ നമ്മൾ അറിയണം. ഇതറിഞ്ഞാൽ അവൻ ഉത്തമ ഭക്തനാകും. അതായത് രണ്ടില്ല, ഒന്ന്. അദ്വൈതാമൃത വർഷണിയും ഭഗവതിയും അഷ്ടാദശാധ്യായനെയും. 18 കടമ്പ കടന്നു കഴിയുമ്പോൾ അദ്വൈതാമൃത വർഷിണിയാകുന്ന ആ മാതാവിനെ ശരണം പ്രാപിക്കും എന്ന് പറഞ്ഞാൽ രണ്ടല്ല, ഞാനും ഈശ്വരനും രണ്ടല്ല ഒന്നാണെന്നുള്ള ഭാവത്തിലേക്ക് എത്തിയാൽ അതാണ് അദ്വൈത അനുഭൂതി. അത് അറിയുന്ന ഭക്തൻ ഉത്തമ ഭക്തനായിരിക്കും. ഇനി ഈശ്വരങ്കൽ പ്രേമവും, ഈശ്വര വിശ്വാസികളിൽ സൗഹൃദവും, അച്ഛന്മാരിൽ കാരുണ്യവും, ഈശ്വര ദ്വേഷികളിൽ ഉദാസീനതയും ആരാണോ അനുവർത്തിക്കുന്നത് അവനാണ് മധ്യമഭക്തൻ. സമധ്യമ, അവനാണ് മധ്യമഭക്തൻ. ആര്? അദ്വൈത വസ്തു സത്യമായ ഈശ്വര സ്വരൂപം പൂർണ്ണമായിട്ട് അനുഭവിച്ചറിയാൻ കഴിയുന്നില്ല, എന്നാൽ ഈശ്വരൻ ഉണ്ടെന്ന് ഉറപ്പുണ്ടായി, ഈശ്വരഭക്തിയാണ് പരമലക്ഷ്യമെന്നും ഉറപ്പായി. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രിയപ്പെട്ട വസ്തുവായിട്ട് ഈശ്വരൻ അംഗീകരിക്കപ്പെട്ടു. അത് നിമിത്തം ഈശ്വര വിശ്വാസികളുമായിട്ട് സൗഹൃദം പുലർത്തും, സത്സംഗങ്ങളിൽ പോകും, ബന്ധം പുലർത്തും. ഈശ്വരനെ അറിയാതെ അച്ഛന്മാരോട് കാരുണ്യം കാണിക്കും, ഈശ്വരനെ അറിയാത്തവരോടും കാരുണ്യം കാണിക്കും. തൻ്റെ മനസ്സ് കളങ്കപ്പെടാതിരിക്കാനായിക്കൊണ്ട് ഈശ്വരനെ നിഷേധിക്കുന്നവരെ പോലും വെറുക്കുന്ന ഉദാസീന ഭാവത്തിൽ തള്ളിക്കളയും, ഉദാസീന ഭാവത്തിൽ അവരെ തള്ളിക്കളയും. അങ്ങനെയുള്ളവർ മധ്യപഥ, അതായത് രണ്ടായിട്ട് കാണുന്ന അവസ്ഥ. ഒരിക്കൽ പറഞ്ഞാൽ ഈശ്വരൻ വേറെ, ഞാൻ ആവശ്യാനുസരണം നമ്മൾ അവിശ്വസിദ്ധിക്കായിക്കൊണ്ട് ഈശ്വരനെ പ്രാർത്ഥിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള അറിവ് സമ്പാദിക്കുകയും. രജോഗുണാത്മകമായ ഭക്തർ മധ്യമ ഭക്തരാണ്. ഇപ്പം സാധാരണ നമ്മൾ ഭക്തി കൊണ്ട് നടക്കുന്നവർ, പ്രത്യക്ഷ ഭക്തിയും പ്രകടന ഭക്തിയും കൊണ്ട് നടക്കുന്നവർ ശരിക്കും പറഞ്ഞാൽ ഈ മധ്യമരാണ്. ഇനി പ്രാകൃത ഭക്തനെ പറ്റിയാണ് പറയുന്നത്. ഇനി പ്രാകൃത ഭക്തന്റെ ലക്ഷണം എന്താണെന്ന് പറയുന്നു. അർച്ചായാം ഏവ പ്രതിമ, അതായത് പ്രതിമ തുടങ്ങിയ പ്രതീകങ്ങളിൽ മാത്രം ആരാണോ ഭഗവാനായിട്ട് കണ്ടു ശ്രദ്ധയോടെ പൂജകൾ അർപ്പിക്കുന്നത്, ഈശ്വര ഭക്തന്മാരിലും മറ്റുള്ളവരിലും ഈശ്വരഭാവം കാണുന്നതേയില്ല. അങ്ങനെയുള്ളവർ പ്രാകൃത ഭക്തന്മാരാണ്. സഭക്ത പ്രാകൃതാഹ, അവനാണ് പ്രാകൃത ഭക്തൻ. ആര്? ഈശ്വരൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു, എന്നാൽ ഈശ്വര സ്വരൂപം ബോധമാണെന്ന് ചിന്തിച്ചുറച്ചിട്ടില്ല. അതുകൊണ്ട് ഈ വിഗ്രഹാദികളിൽ, പ്രതീകങ്ങളിൽ മാത്രം ഭഗവത് പൂജ നടത്തുകയും ബോധരൂപികളായിരിക്കുന്ന ജീവജാലങ്ങളിലോ ഇല്ലെങ്കിൽ മറ്റ് സർവപ്രാണികളിലോ ഈ ഈശ്വരനെ കാണാൻ അവർക്ക്, ഈശ്വരഭാവം കാണാൻ അവർക്ക് സാധിക്കില്ല, അവരെ കണ്ടെത്തുകയുമില്ല. അങ്ങനെയുള്ള ഭക്തൻ പ്രാകൃത ഭക്തനാണ്. ക്രമേണ മധ്യമഭക്തനുമായിട്ടും ഉത്തമ ഭക്തനായിട്ടും വളർന്നു വരാം അവർക്ക്. എന്നാൽ അധികം പേരും പ്രാകൃത ഭക്തിയിൽ തന്നെ ചിരകാലം തുടരാനാണ് ആഗ്രഹിക്കുക. വളരെ കുറച്ചു പേർ മാത്രം മധ്യമ ഭക്തിയിലേക്ക് ഉയരും. ആയിരം ആളുകളിൽ ഒരാൾ മാത്രമായിരിക്കും ഉത്തമ ഭക്തനായിട്ട് വളരുന്നത്. എന്നാൽ ഭഗവത്ഗീതയിൽ ഭഗവാൻ തന്നെ പ്രഖ്യാപിക്കുന്നത്, അതായത് ഭഗവത്ഗീതയിൽ ഭഗവാൻ തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട്, ഭൗതിക ലാഭങ്ങളിലുള്ള മോഹവും വസ്തുബോധവും ഇല്ലായ്മയാണ് ഭക്തിയുടെ വികാസത്തിന്റെ തടസ്സം എന്ന് പറയുന്നത് നിൽക്കുന്നത്. ഇനിയും നിമി ചക്രവർത്തിയുടെ തുടർന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം എന്ന നിലയിൽ ഉത്തമ ഭക്തന്റെ ലക്ഷണം അടുത്ത 8 പദ്യങ്ങളിൽ വിശദമായിട്ട് വിവരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം പ്രാകൃത ഭക്തനും നമ്മളിപ്പോൾ ഇത്രയൊക്കെ അറിയാൻ ശ്രമിക്കുന്നതുകൊണ്ട് നമ്മൾ പ്രാകൃത ഭക്തനിൽ ഇന്നും ഒരു പടിയും കൂടെ ഉയർന്നു എന്നർത്ഥം. അതായത് വിഗ്രഹ ആരാധനകളിൽ, ക്ഷേത്രങ്ങളിൽ ദർശനം, തീർത്ഥാടനം നടത്തുക, അവിടെ മാത്രമേ, ഇല്ലെങ്കിൽ അങ്ങനെയുള്ള തീർത്ഥസ്ഥാനങ്ങളിലും വിഗ്രഹങ്ങളിലും മാത്രമേ ഈശ്വരനുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ള മറ്റ് എന്നിലും മറ്റ് ജീവജാലങ്ങളിലും ഒക്കെ വർത്തിക്കുന്നത് ഈശ്വരനാണെന്നുള്ള ബോധം അവർക്കില്ല. അങ്ങനെ ഉള്ളവരെയാണ് ഇവിടെ പ്രാകൃത ഭക്തൻ എന്ന് പറയുന്നത്.
ഇനി അതിന് ഒരു പടിയും കൂടെ ഉയർന്നതാണ് മധ്യമഭക്തൻ എന്ന് പറയുന്നത്. അത് ഈശ്വര സ്വരൂപം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നുവെന്നും തന്നെപ്പോലുള്ള ഭക്തരെ ആദരിക്കാനും ബഹുമാനിക്കാനും സുഹൃത്തായിട്ട് കരുതാനും ഒക്കെയുള്ള ഒരു കുറച്ചുകൂടെ ഒരു വിശാല മനസ്ഥിതിയൊക്കെ വന്നിട്ടുണ്ടാവും അവർക്ക്. മറ്റുള്ള പ്രതിമകളിൽ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളിലും ഇരിക്കുന്ന പ്രാണി പോലും സർവസ്യജാഹം ഹൃദയ സന്നിവിഷ്ടോ മർത്ത പ്രതിസ്മാന, ആ ഒരു അവസ്ഥയിൽ സർവ്വപ്രാണികളും നിലനിൽക്കുന്ന ജീവൻ, ശരീരത്തിൻ്റെ നാഥനായിരിക്കുന്ന ആ ജീവൻ തന്നെയാണ് ഈശ്വരൻ എന്നുള്ള ബോധവും ഭക്തിമാർഗത്തിൽ സഞ്ചരിക്കുന്നവരോട് കാരുണ്യവും, ഇനി നാസ്തികരാണെങ്കിൽ തന്നെ നിരീശ്വരവാദികളായാലും വേണ്ട അവർക്ക് എന്തെങ്കിലും ദുഃഖം വരുമ്പോൾ അവരെ സഹായിക്കുന്ന ഒരു മനോഭാവവും കാരുണ്യഭാവവും ഒക്കെ ഈ മധ്യമ ഭക്തർക്ക് ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഉത്തമ ഭക്തർ ശരിക്കും പരമാർത്ഥ തത്വം അറിഞ്ഞുകൊണ്ട് ആത്മബോധ തലത്തിൽ നിന്നുകൊണ്ട് ഭജിക്കുന്നവരായിരിക്കും. ഇനി ഈ 3 കൂട്ടരിൽ ഏറ്റവും ശ്രേഷ്ഠൻ ഉത്തമ ഭക്തരാണ്. അതുകൊണ്ട് ആ ഉത്തമ ഭക്തിയെ കുട്ടി കൂടുതൽ ഹരി ചക്രവർത്തിയുടെ ആവശ്യപ്രകാരം ഉത്തമ ഭക്തന്റെ ലക്ഷണം അടുത്ത 8 പദ്യങ്ങളിലായിട്ട്, അല്ലെങ്കിൽ ഭാഗവതത്തിലെയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന. ഭാഗവതത്തിലെ നവയോഗി സംവാദം 2ാമത്തെ അധ്യായത്തിലാണ്, ഏകാദശ സ്കന്ധത്തിൽ. അപ്പോൾ അതിലാണ് ഈ 8 പദ്യങ്ങളിലൂടെ ഉത്തമ ഭക്തന്റെ ലക്ഷണം പറയുന്നുണ്ട്. ആരാണോ ഇന്ദ്രിയങ്ങളിൽ കൂടി വിഷയങ്ങളെ അറിയുന്നവൻ പോലും അവയെ ദോഷിക്കാതെയും അവയിൽ അമിതമായിട്ട് സന്തോഷിക്കാതിരിക്കും, ഈ ജഡപ്രപഞ്ചത്തെ സർവ്വവ്യാപിയായിരിക്കുന്ന പരമാവിന്റെ മായയായി മാത്രം കാണുന്നത് അദ്ദേഹം ഭക്തന്മാരിൽ ഉത്തമനാണ്. ഭാഗവതോത്തമൻ ആരാണ്? ഉത്തമ ഭക്തനാണ് ഭാഗവതോത്തമനായിട്ട് മാറുകയും അദ്ദേഹമാണ് ഭക്തന്മാരിൽ ഉത്തമൻ. ആരാണ് ഉത്തമ ഭക്തൻ? ഇന്ദ്രിയങ്ങളിൽ കൂടി വിഷയങ്ങളെ അറിയുമ്പോഴും അവയെ ദ്വേഷിക്കാതെ അവയിൽ സന്തോഷിക്കാതെ വർത്തിക്കുന്നവൻ. അതായത് സിദ്ധ്യസിദ്ധ്യോ സമോ ഭൂത്വ സമത്വം യോഗ ഉച്ചതേ, അതാണ് ഭഗവാൻ പറഞ്ഞതും ഉത്തമ ഭക്തന്റെ ലക്ഷണം. അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾ ബോധത്തിൻ്റെ ഉപകരണങ്ങളാണ്. ഉപകരണങ്ങളിൽ കൂടി അറിയുന്നതൊന്നും സത്യമല്ല. അവയൊക്കെ ഉപകരണങ്ങൾ കാണിക്കുന്ന കാഴ്ചകൾ മാത്രമാണ്. ഉപകരണങ്ങൾ മാറിയാൽ ആ കാഴ്ചകളും ഇല്ലാതെയാകും. പച്ച കണ്ണാടിയിൽ കൂടി ഒരാൾ പ്രപഞ്ചത്തെ പച്ചയായി കണ്ടാൽ അത് ഒരിക്കലും സത്യമല്ല. കണ്ണാടി മാറ്റിയാൽ പച്ച നിറവും മാറിപ്പോവും. അതുപോലെ ഇന്ദ്രിയങ്ങൾ ഓരോന്നും ഓരോ പ്രത്യേക വിഷയങ്ങളെ ഉണ്ടാക്കി ബോധത്തെ അനുഭവിപ്പിക്കുന്നു. കണ്ണ് എന്ന ഇന്ദ്രിയം രൂപം എന്ന പ്രത്യേക വിഷയത്തെ ഉണ്ടാക്കി ബോധത്തെ അനുഭവിക്കുന്നു. കണ്ണ് മാറിയാൽ രൂപം എന്ന വിഷയവും ഇല്ലാതെയാകും. ഇതാണ് മറ്റിന്ദ്രിയങ്ങളുടെയും സ്ഥിതി. ഏതിന്ദ്രിയം വഴിയായിട്ടും അനുഭവിക്കുന്നത് ഒരേ ഒരു ബോധം തന്നെയാണ്. ഞാൻ കണ്ടു, ഞാൻ കേട്ടു, ഞാൻ മണത്തു എന്നാണല്ലോ എല്ലാവരും അനുഭവം പറയാ. ഇന്ദ്രിയങ്ങളിലൂടെ എന്ത് അനുഭവിച്ചാലും ഇത് ഞാൻ കണ്ടു, കേട്ടു എന്നൊക്കെ പറയും. ഈ നിലയിൽ ഉപകരണങ്ങളായിരിക്കുന്ന ഇന്ദ്രിയങ്ങളും അവയുടെ ആദി വിഷയങ്ങളും മാറിക്കിട്ടിയാൽ ശുദ്ധമായ ബോധം മാത്രം അവശേഷിക്കും. ഇതിനെയൊക്കെ തിരിച്ചറിയുന്നത് എന്താണ്? അതാണ് ബോധം, അതാണ് വിഷ്ണു. എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആ സത്യമുണ്ടെങ്കിൽ പിന്നെ അതല്ലാതെ മറ്റൊന്നും ഒരിടത്തും ഉണ്ടായിരിക്കാൻ സാധ്യതയില്ലല്ലോ. അപ്പോൾ പിന്നെ എവിടെ പലത് കാണുന്നതോ പലത് കേൾക്കുന്നതോ അത് സർവ്വവ്യാപിയായിരിക്കുന്ന സത്യത്തിലെ മായാപ്രകടനം മാത്രമാണെന്ന് അറിയുക. ഈ യുക്തി ഇല്ലായ്മ ഇല്ലാതെ കാണപ്പെടുന്ന ഭ്രമദൃശ്യങ്ങളെയാണ് മായ എന്ന് പറയുന്നത്. മരുഭൂമിയിൽ കാനൽ ജലം കാണപ്പെടുന്നത് പോലെ പ്രപഞ്ച ദൃശ്യങ്ങളുടെ ഈ മായാമയത്വം അറിയുന്ന ഭക്തൻ അവയുടെ അനുഭവത്തിൽ ഒരിക്കലും ദേഷിക്കുകയോ സന്തോഷിക്കുകയോ ചെയ്യുന്നില്ല. അദ്ദേഹം സാർവത്രികമായിരിക്കുന്ന ബോധസത്യത്തെ ബുദ്ധി കൊണ്ട് പിന്തുടർന്ന് അനുഭവിക്കുന്നതുമാണ്. ഹരി തുടർന്നും പറഞ്ഞു, ദേഹം, ഇന്ദ്രിയങ്ങൾ, പ്രാണൻ, മനസ്സ്, ബുദ്ധി എന്നിവയെല്ലാം ജനിച്ചു മരിക്കുന്നവയാണ്. വിശപ്പ്, ഭയം മുതലായവ നിരന്തരം എടുത്തു കാട്ടി കഠിനമായി ദുഃഖിപ്പിക്കുന്നവയുമാണ്. ആരാണോ സർവത്ര നിലനിൽക്കുന്ന അഖണ്ഡബോധരവുമായിരിക്കുന്ന ബ്രഹ്മത്തെ വിട്ടുപോകാതെ ഓർമ്മിച്ച് ഈ സംസാര ധർമ്മങ്ങളിൽ കുടുങ്ങിപ്പോകാതെ സന്തുഷ്ടനായിട്ട് കഴിഞ്ഞുകൂടുന്നത് അദ്ദേഹം ഉത്തമ ഭക്തനാണ്. ആരുടെ ഉള്ളിലാണോ കർമ്മവാസനകൾ പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു മാറിയിട്ടുള്ളത്
അവിടെ പിന്നെ ജഗത്തായിട്ട് വിളങ്ങുന്ന വാസുദേവൻ മാത്രമേ ബാക്കി ഉണ്ടാവുകയുള്ളൂ. ആ വാസുദേവനെ അറിയുന്ന ആള് ഉത്തമ ഭക്തനാണ്. അദ്ദേഹമാണ് ഉത്തമ ഭക്തൻ. ആര്? ഉള്ളിൽ നിന്നും കർമ്മവാസനകൾ പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു മാറിയാൽ ആത്മാവ് ആനന്ദ സ്വരൂപമാണ്. എല്ലാവരും എപ്പോഴും തിരയുന്നത് ആനന്ദരൂപമായിരിക്കുന്ന ആത്മാവിനെ തന്നെയാണ്. ഭക്തി യഥാർത്ഥ ഭക്തർ, ഈ 3 കൂട്ടര ഭക്തരും, ഉത്തമ ഭക്തരോ മധ്യമരോ പ്രാകൃതരോ, ഇവര് എല്ലാവരും ആത്യന്തികമായിട്ട് അന്വേഷിക്കുന്നത് ശാന്തി സമാധാനം, സുഖം വേണം എന്നുള്ളതാണ് എല്ലാവരുടെയും ലക്ഷ്യം. അതുകൊണ്ട് ആ സ്വരൂപത്തിൻ്റെ അറിവ് കിട്ടുമ്പോൾ മാത്രമേ യഥാർത്ഥ ശാശ്വതമായത് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ അവന് ശാശ്വതമായ ശാന്തിയും സമാധാനവും ലഭിക്കുകയുള്ളൂ. അപ്പം ഈ മധ്യമഭക്തരും പ്രാകൃത ഭക്തരും എപ്പോഴും ദുഃഖാർണവത്തിലാണെന്നർത്ഥം. സുഖം ഉണ്ടായാലും അവർ സന്തുഷ്ടരായിരിക്കില്ല, സംതൃപ്തരായിരിക്കില്ല. പിന്നെയും അതിൻ്റെ സുഖം കൂടുതലുണ്ടാകണം, വലിയ തൃപ്തിക്ക് വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ അതിൻ്റെ പിന്നാലെ പരക്കം പായുന്ന അവസ്ഥയുണ്ടാകും. അതേമാതിരി ഉത്തമ ഭക്തി എന്ന് പറഞ്ഞാൽ ഈ ആത്മ ആനന്ദ അനുഭവം ആണ് യഥാർത്ഥ ഉത്തമ ഭക്തനുണ്ടാക്കുക. അത് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ എപ്പോഴും സന്തുഷ്ടനായിരിക്കും. അവന് ശാശ്വതമായ സുഖം അവനെ അനുഭവിക്കാൻ സാധിക്കൂ. പക്ഷെ അത് നേടാൻ എത്തതഗ്രേ വിഷമിവ പരിണാമേ മൃതോപമം. ആ ഒരു സുഖം അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം വിഷം പോലെ ആയിരിക്കും. അതുകൊണ്ട് അധികം ആരും അതിൻ്റെ പിന്നാലെ പോവുകയില്ല. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞ മനുഷ്യാണാം സഹസ്രേഷു കച്ചിൽ യഥാമഭി സിദ്ധാനാം കശ്യന്മാ വേത്തി തത്വത എന്നൊക്കെ ഭഗവാൻ ഗീതയിലും പറഞ്ഞത്. മനുഷ്യരിൽ തന്നെ അനേകായിരം പേരാണ് എന്നെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് നെട്ടോട്ട് ഓടുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഉള്ള ഈ ഉത്തമ ഭക്തരായിട്ട് മാറുന്നവർ വളരെ ചുരുക്കമായിരിക്കും. വിരലിലെണ്ണാവുന്നവരെ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ പ്രയത്നിച്ചാൽ പോലും 1-2 പേരായിരിക്കും ചിലപ്പോൾ സക്സസ് ആകുന്നത്. പ്രയത്നിക്കുന്നവർ അനേകം ഉണ്ടായിരിക്കാം, പക്ഷെ പ്രയത്നിച്ചാൽ തന്നെ അതിൽ സക്സസ് ആകുന്നത് 1-2 പേരെന്നാണ് ഭഗവാൻ പറഞ്ഞത്. അങ്ങനെയുള്ള ഉത്തമ ഭക്തർക്കാണ് ഈ ദുഃഖാർണവത്തിൽ നിന്നും വീണ്ടും ഒരു ജന്മമില്ലാത്ത അവസ്ഥയിലേക്ക് ഉയരാൻ സാധിക്കുന്നത്. അതുകൊണ്ട് വാസ്തവത്തിൽ കാമകർമ്മങ്ങൾ പൊന്തുന്നതോടെ സ്വരൂപമായിരിക്കുന്ന ആനന്ദം മറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഇതറിയാതെ അവിദ്യാദി കർമ്മങ്ങൾ അവിദ്യാ കാമകർമ്മങ്ങൾ ആവർത്തിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ സംസാര ചക്രത്തിൽ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അവിദ്യാ കാമകർമ്മങ്ങളെ ആരാണോ പൂർണ്ണമായിട്ട് ഒഴിച്ചു മാറ്റുന്നത്, അദ്ദേഹത്തിന് ആത്മാനന്ദം സൂര്യതുല്യം തെളിയുന്നു. അതോടെ സർവം വസുദേവമയം എന്ന് അനുഭവിക്കാറുമാകും. അവനാണ് ശാശ്വതമായ സുഖം. ഇവിടെയാണ് ആ കൈവല്യം കൈവരുന്നത്. ഇതാണ് ജീവൻ മുക്തി അനുഭവിക്കുക. മനുഷ്യജന്മത്തിൻ്റെ ജീവിത ലാഭം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ ഉത്തമ ഭക്തസ്ഥിതിയിലേക്ക് നമ്മൾ എത്തണം എന്നർത്ഥം. അതാണ് അചഞ്ചലമായ ഭക്തി. അത് അനുഭവിക്കാൻ തുടങ്ങിയാൽ പിന്നെ അചഞ്ചലമായ ഭക്തി ഉണ്ടാകും. ഇല്ലെങ്കിൽ ഈ സംസാര പ്രാരാബ്ധങ്ങളെ കൊണ്ട് നമുക്ക് അചഞ്ചലമായ ഭക്തി ഉണ്ടാകില്ല. ഉണ്ടാകാൻ എന്ത് ചെയ്യണം എന്നൊക്കെ ഭൂമിദേവി ഭഗവാനോട് ചോദിക്കുന്നതിന് ഉത്തരം ഗീത പഠനത്തിൽ തൽപരനായാൽ മതി. അത് ധ്യാനിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവൻ സ്വയം ഈ ഒരു അവസ്ഥയിലേക്ക് ഉയർത്തപ്പെടുന്ന ഭഗവാൻ പറഞ്ഞത്. ഈ വസുദേവ കൈവല്യത്വം ആർക്ക് കൈവരുന്നോ അദ്ദേഹമാണ് ഉത്തമ ഭക്തൻ. ഹരി തുടർന്നും പറഞ്ഞു, ആരാണോ ജന്മകർമ്മങ്ങൾ വരുണ ആശ്രമജാതികൾ എന്നിവയിൽ നിന്ന് വർണ്ണാശ്രമജാതികളിൽ നിന്ന് അഭിമാനം കൊള്ളാതെ ദേഹമുള്ളപ്പോൾ തന്നെ സർവം വസുദേവമയമായി അനുഭവിക്കുന്നത് അദ്ദേഹമാണ് ഉത്തമ ഭക്തൻ. ധനസമ്പത്തുകളിലോ ജീവഭാവങ്ങളിലോ ഞാൻ അന്യൻ, എൻ്റേത്, അന്യൻ്റേത് എന്നിങ്ങനെയുള്ള ആരാണോ ഭേദഭാവം പുലർത്താതെ ജീവിക്കുന്നത് അദ്ദേഹമാണ് ഉത്തമ ഭക്തൻ. അദ്ദേഹം സകല ജീവികളിലും വസുദേവനെ തന്നെ കാണും. സദാ സമചിത്തനായി വർത്തിക്കും. ത്രിഭുവന ആധിപത്യം ലഭിച്ചാലും അവൻ അതിനേക്കാൾ വലുതാണ് ആത്മാ ആനന്ദ അനുഭവം എന്ന് ഉത്തമ ഭക്തൻ കരുതും. ദേവന്മാർക്ക് പോലും ദുർലഭമാണ് ആത്മാനന്ദം. അതുകൊണ്ട് ആരുടെ മനസ്സാണോ നിമിഷം പോലും സർവം ബ്രഹ്മമയം എന്ന ഭാവനയിൽ ചലിക്കാതെ അചഞ്ചലമായിട്ട് വർത്തിക്കുന്നത് അദ്ദേഹം ഉത്തമ ഭക്തനാണ്. ഭഗവത് പാതാരവിന്ദങ്ങളിൽ കാൽ, നഖ, രത്നം, നിലാവെളിയേറ്റ് ആരുടെ ഹൃദയമാണോ സദാ ശീതളമായി വർത്തിക്കുന്നത് അദ്ദേഹമാണ് ഭക്തന്മാരിൽ അഗ്രൻ.
അഗ്രഗണ്യൻ. ഭഗവത് പാതാരബിന്ദങ്ങളുടെ കാൽനഖത്തിലെ രത്നം, കാൽനമാവുന്ന രത്നത്തിൻ്റെ പ്രകാശമേറ്റ് ആരുടെ ഹൃദയമാണോ സദാ ശീതളമായി വർത്തിക്കുന്നത്, അദ്ദേഹമാണ് യഥാർത്ഥ ഭക്തൻ. അദ്ദേഹത്തിൽ നിന്ന് ദുഃഖത്തിൻ്റെ നിഴൽ പോലും അനുഭവപ്പെടുന്നതല്ല. സൂര്യൻ ഉദിച്ചാൽ പിന്നെ നിശാകരന് നിലയെവിടെ, ഇല്ലെങ്കിൽ രാത്രിക്ക് എവിടെ സ്ഥാനം? ഇനി ഇങ്ങനെയുള്ള വിപത്ഘട്ടങ്ങളിൽ പോലും സർവപാപഹാരിയായിരിക്കുന്ന ഹരി ഭക്തന്റെ ഹൃദയത്തെ വിട്ടുപോകുന്നതേയില്ല. ഉത്തമഭക്തനായിരിക്കുന്ന ആൾക്ക് ഒന്നിലും ഭയമുണ്ടാകില്ല. 26 ഈശ്വരീയ ഗുണങ്ങൾ അവൻ്റെ സ്വഭാവത്തിൽ പ്രകടമാകാൻ തുടങ്ങും. ആ ഭക്തിയുടെ പാശം കൊണ്ട് ദൃഢബദ്ധനായിരിക്കുന്ന ആ ഭക്തൻ ഭഗവാൻ ആരുടെ ഹൃദയത്തിൽ ഒരിക്കലും വേർപെടാതെ വർത്തിക്കും. ഇത്തരത്തിൽ അചഞ്ചലമായ ഭക്തന്റെ ഹൃദയത്തിൽ ഭഗവാൻ ഒരിക്കലും ഒഴിഞ്ഞു പോകാതെ ഉണ്ടായിരിക്കും, ഒരിക്കലും വേർപെടാതെ നിൽക്കും. അദ്ദേഹമാണ് ഭക്തോത്തമൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹരിയുടെ ഈ ഭക്തന്റെ ലക്ഷണവർണ്ണന അവസാനിപ്പിക്കുന്നതും ഈ നവയോഗി സംവാദത്തിൽ 2-ാമത്തെ അധ്യായം അവസാനിക്കുന്നത്. ഇനിയും അടുത്ത അധ്യായത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ നിമി നവയോഗി സംവാദം തുടർന്ന് നമുക്ക് കേൾക്കാം. അത് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഓം സ്വസ്തി പ്രജാഭ്യം പരിപാലയന്താം നായനമാർഗേണ മഹിമകീശാകോ ബ്രാഹ്മണേഭ്യ സുമസ്തൃത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.